ആ ഷോർട്ട് ഫിലിമിലെ കഥാപാത്രം കഴിഞ്ഞിട്ട് ആണ് ശരിക്കും ജാഫർക്ക് ഇത്രയധികം അല്ലേ? എല്ലാത്തിനും കൊച്ചച്ഛനും ചിറ്റപ്പനും പേരപ്പനും. പുള്ളി എന്ത് ചെയ്യുന്നു? ഞാൻ പൊറോട്ടടിയാ. പണ്ട് കട്ടപ്പന ചതവിനും നേരത്ത് 10 രൂപയുടെ വയറ് പൊട്ടി ചാളയും വാങ്ങി അതിലൊരു ചാള പൂച്ച എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞ് 5 കിലോമീറ്റർ ആ പൂച്ചയെ ഓടിച്ചിട്ട് പിടിച്ച് തിരിച്ചു കിടത്തി വയറിലിക്കിളിട്ട് ആ ചാള കക്കിച്ച്. ചേച്ചി 1 രൂപ അടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സാറ് വണ്ടി ഇടിച്ചോ മറ്റോ മരിച്ചാല് ചേച്ചിക്ക് 1 ലക്ഷം രൂപ കിട്ടും. ഹലോ എവ്രി വൺ, കോമഡി മാസ്റ്റേഴ്സിന്റെ ഒരു തകർപ്പൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ വികാസ്, how are you? സുഖം. ഞാനും നസീർക്ക് ഇപ്പോഴും ഞാൻ നോക്കാം, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരേ കളർ മാച്ചിങ് ആയിട്ടുള്ള ഒരു ഡ്രസ് കാര്യം ചെയ്യും, പാർവതി ഏതാ ഇടുന്നെന്നുള്ളത് എനിക്കൊന്ന് അയച്ചു തന്നാല് അതനുസരിച്ചിട്ട് ഇനി മാറ്റാമായിരുന്നു എന്നുള്ളത്. നിലവിൽ അയച്ചു തരുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് വാട്സപ്പിൽ അയച്ചു കൊടുക്കുന്നുണ്ടല്ലോ. അതല്ലേ എങ്ങനെ അന്ന് പറഞ്ഞില്ലേ? അതെ, അവിടെ ഒരു ഹാർട്ടൊക്കെ ഉണ്ടല്ലോ, എന്താണ് അതിനെ ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് ഇവിടെയാണ് ഹാർട്ട് ഇടിക്കുമ്പോ നിങ്ങൾ ഇവിടെ ഇടിക്കാവുള്ളൂ. അതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത് മുഴുവനും എന്താണ്, മ്യൂസിക്കലിന്റെ സിമ്പലാണ്. അതായത് സംഗീതം കൊണ്ട് ഇങ്ങനെ ഒരു ഹൃദയത്തിൽ നിന്നുള്ളൊരു സംഗീതം കേൾക്കാൻ താല്പര്യമുണ്ട് ഞങ്ങൾക്ക്. അത് കേൾക്കാതിരിക്കാൻ നല്ലത്. നിങ്ങൾ ഇവിടെ തന്നെ ഇടിക്കും. നിങ്ങള് 3 പേരെയും കാണുമ്പോഴേ എനിക്ക് എന്നല്ല, എൻ്റെ പേഴ്സണൽ ക്യൂരിയോസിറ്റി ആൻഡ് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പം ജാഫർക്ക ഒരു സ്കിറ്റ് ആർട്ടിസ്റ്റ് ആയിരുന്നു, അത് കഴിഞ്ഞ് സീരിയലിലേക്ക് വന്നു, കോമഡി പരിപാടികൾ ചെയ്തു, അത് കഴിഞ്ഞ് സിനിമയിലേക്ക് വന്നു, അത് കഴിഞ്ഞൊരു ഗ്യാപ്പ് എടുത്തു അല്ലേ, പിന്നെ അഭിനയിക്കുന്നത് നാദിക്കയുടെ കട്ടപ്പനയിലെ ഹൃതിക് റോഷനിലാണ്. എങ്ങനെയാണ് നാദിക്കയുടെ ആ സിനിമയിലേക്ക് വന്നത്? അത് മഹേഷിന്റെ പ്രതികാരം എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങിയായിരുന്നല്ലോ, ദിലീഷ് പോത്തൻ. ആ പടം ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും പൊതുവെ സിനിമയിൽ നിന്നൊക്കെ 2-3 വിളിയൊക്കെ വന്നു. അത് ആ കോമഡി മാറി ചില പ്രായം ചെന്ന് ആ കൊച്ചിൻ്റെ അപ്പനായിട്ടല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആണ് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ഒരു സംഭവം. അവിടെ ഒരു മഹാനടൻ മരണപ്പെട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 2 വർഷം അതിൽ കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പടം കിട്ടാത്തതല്ല, വിളിക്കുമ്പം അവർ കൺട്രോളർമാരൊക്കെ പറയുക മിക്കവാറും ഇപ്പം വിളിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി കേസും ഒക്കെ ആയിട്ടാണ് നമ്മളെ ഡേറ്റൊക്കെ വല്ല പ്രശ്നമായാലോ എന്നൊക്കെ ഓർത്തിട്ടുള്ള വിളിയില്ലാതെ 2 കൊല്ലം കഴിഞ്ഞപ്പം ഒരു വല്ലാത്തൊരു കോൾ വരുവാണ് ഒരാളുടെ. അപ്പം ഇദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ എൻ്റെ പടത്തിൽ നിന്ന് അഭിനയിക്കണം എന്ന് വരണം എന്ന് പറഞ്ഞു. എന്നിട്ട് ചെന്ന് പടത്തിൽ അങ്ങനെ അഭിനയിച്ചു. അത് ഒരു ദൈവതുല്യമായ ഒരു കാരുണ്യ പ്രവർത്തനമാണ് നടത്തിയ പുള്ളി. എനിക്ക് ദൈവതുല്യനാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇരിക്കുന്ന സമയം വരെ ഇരിക്കെ പുറത്തില്ലാതെ വർക്കുക. ജാഫർ ഇപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു നമ്മളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലെ ഏറ്റവും കരുത്തന്മാരായിട്ടുള്ള നടന്മാരുടെ കൂട്ടത്തിൽ, അതായത് ഹാസ്യത്തിന് ഹാസ്യവും മറ്റുള്ള ക്യാരക്ടേഴ്സിന് അതുപോലത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ചെയ്യാനായിട്ട് പ്രാപ്തനായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അതെ. അപ്പോൾ നമ്മളാണെങ്കിൽ പോലും നമ്മളുടെ സിനിമയിൽ ഇപ്പോൾ കേശു വീടിൻ്റെ നാഥനിൽ ത്രൂ ഔട്ട് കോമഡി ക്യാരക്ടറാണ് ജാഫർ ചെയ്തേക്കുന്നത്. ഈശോയിൽ വന്നപ്പോൾ ജയസൂര്യയുടെ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടർ, അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ജാഫർ. അതിൽ ഒരു തരി പോലും തമാശയില്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്ത് അടിപൊളി. അതുപോലെ തന്നെ നസീർക്കും ഉണ്ട് ഒരു കഥ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് നമ്മളോട് പങ്കുവെക്കാൻ അല്ലേ? അത് നമ്മൾ കുട്ടിച്ചൻ എന്ന് പറയുന്ന ഒരു ഹീറോയെ കാണിക്കാതെ അയാളുടെ കണ്ണാണ് ക്യാമറ ആംഗിളായിട്ടാണ് ചെയ്തത്. അപ്പം അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പൈലിപ്പാപ്പി എന്ന് പറഞ്ഞിട്ടൊരു 70 വയസ്സൊക്കെ ഉള്ളൊരു ക്യാരക്ടറാണ്. അപ്പം നമ്മൾ ലാസ്റ്റ് സമയങ്ങളിൽ നമ്മുടെ ചില സുഹൃത്തുക്കൾ ഈ അവസാന സമയത്തൊക്കെ നമ്മളെ കാണാൻ വരും. എന്നിട്ട് ഇരുന്നുകൊണ്ട് അവരുടെ ആ കിടക്കുന്ന ആളുടെ വീരകഥകൾ ചുറ്റും നിൽക്കുന്നവരോട് പറയും. അത് ഇയാൾ അദ്ദേഹത്തിൻ്റെ ഭാഗവാക്കായിരിക്കും, അത്രയും ചേർന്ന് നടക്കുന്നത്. അപ്പോൾ ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഓർമ്മകൾ പങ്കുവെക്കണം. ആ ഓർമ്മകൾ പങ്കുവെക്കുമ്പോൾ അന്നുണ്ടായിരുന്ന രസങ്ങളുടെ ഒരു ചിരി ആ മുഖത്തുണ്ടാവണം. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ കിടപ്പ് കാണുമ്പോഴത്തേക്കുള്ള ഒരു വേദനയും സങ്കടവും ഉണ്ടാവണം. അങ്ങനെ ഒത്തിരി ഒരു പ്ലേ ഉള്ള ഒരു സംഭവമായിരുന്നു. അത് ഒറ്റ ഫ്രെയിമിൽ 14 മിനിറ്റ് ഇരുന്ന് നമ്മൾ ഒറ്റ ഫ്രെയിമാണത്. ഒറ്റ ഫ്രെയിമിൽ നിന്ന് അത്ര ആക്ട് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ പലരെയും ഇങ്ങനെ നോക്കി. പക്ഷേ എൻ്റെ മനസ്സിൽ ഈ ഇടുക്കി ഭാഗത്ത് അല്ലെങ്കിൽ ആ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ഒരാളുടെ, അങ്ങനെ പറയുന്ന ഒരാളുടെ ഒരു മൊത്തത്തിലൊരു രൂപം മേക്കപ്പ് ചെയ്താലും നമ്മളൊരാളെ നിർത്തുമ്പോൾ അത് മേക്കപ്പ് ചെയ്തായിട്ട് തോന്നരുത്. കാര്യം അത്രയും നല്ല ഒറിജിനാലിറ്റി തോന്നണം. അത് നമ്മൾ ജാഫർക്കെ തന്നെയാണ് കണ്ടത്. ജാഫർക്ക് മനോഹരമായിട്ട് ചെയ്തു.
എനിക്ക് വളരെ സന്തോഷത്തോടെ പറയാം, ആ ഷോർട്ട് ഫിലിമിലെ കഥാപാത്രം കഴിഞ്ഞിട്ട് ആണ് ശരിക്കും ജാഫർക്ക് ഇത്രയധികം അല്ലേ അത് അച്ഛൻ കഥാപാത്രം മൊത്തം വന്നത്. കുറേ ക്യാരക്ടേഴ്സ് എല്ലാത്തിലും കൊച്ചച്ഛനും ചിറ്റപ്പനും പേരപ്പനും എല്ലാത്തിലും ഇപ്പൊ ഫഹദിന്റെ വാപ്പ അച്ഛനായിട്ടാണ് ഇപ്പൊ മലയും കുഞ്ഞില്. അങ്ങനെ വലിയ ആണന്മാരുടെ അപ്പനായിട്ട് അഭിനയിക്കാനുള്ള പരിപാടിയിലേക്ക് അതൊരു ഭാഗ്യമല്ലേ. പക്ഷെ ഇപ്പൊ നല്ല ലുക്കാണല്ലേ ആ ഒരു സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കൊക്കെ ഓക്കെയാണ്. എന്തൊക്കെ സംഭവം എന്നറിയോ, ഇവന് ഈ നരച്ച താടിയും മീശയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നടന്നിട്ട് എന്നെ കയറിയിട്ട് ഇക്കാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോ ഇക്കാന്ന് വിളിക്കുമ്പോ ഞാൻ പറയും ഒന്നില്ലെങ്കിൽ നീ മീശം താടിയൊക്കെ കറുപ്പിച്ചിട്ട് ഇക്കാന്ന് വിളിക്കുക, അല്ലെങ്കിൽ അടുത്തടുത്താ. അതെ. അപ്പൊ അല്ലെങ്കിൽ നീ എന്നെ ഈ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്താണ് ഈ പേര് വിളിച്ചത് മതി. അതാണ് ഏറ്റവും നല്ലതെന്ന്. അങ്ങനെ ജാഫർ ഇടുക്കിയുണ്ട്, കോട്ടയം നസീറുണ്ട്. ഇതൊക്കെ പേര് 2 ഡിസ്ട്രിക്ട്സിനെ റെപ്രസെന്റ് ചെയ്യുന്നല്ലേ. അല്ലാതെ നേരത്തെ പേര് നാദിർഷായ്ക്ക് ഉണ്ടായിരുന്നു, ഏലൂർ നാദിർഷ എന്നായിരുന്നു. അതെയോ? അതൊക്കെ പണ്ട് അത് ആദ്യത്തെ പാറ പഠിച്ച സമയത്ത് കാസറ്റ് എഴുതിയിരുന്ന സമയത്ത് നമ്മള് നാദർഷ എന്ന് പറയുന്ന പേര് മാത്രം വെച്ചിട്ട്, അപ്പൊ ഏലൂർ എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ ജനിച്ചതിന്റെ പേരിലാണ് കലാരണയത്. അങ്ങനെ അവിടുത്തെ നാട്ടുകാർ വളർത്തിയാണ്. അപ്പോൾ ഏലൂർ നാദർഷ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പേര് അങ്ങനെ ഇട്ട്. കാരണം നമ്മൾ മിമിക്രിയിലൊക്കെ അനൗൺസ് ചെയ്യുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പിന്നെയാണ് എൻ്റെ അടുത്ത് പലരും പറഞ്ഞത് ഈ നാദർഷ എന്ന് പറയുന്ന പേര് വളരെ റെയറാണ്. ഈ നാദർഷ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു 1000 പേര് കേൾക്കുമ്പോൾ അതിനകത്ത് 2 പേരൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന്റെ പേരിൽ നീ നാദർഷ എന്ന് മാത്രം ഇട്ടാൽ മതി പറഞ്ഞു. അങ്ങനെ ആക്കിയതാ. എല്ലാം സന്തോഷം. സോ ഇനി നമുക്ക് അടുത്തയിലേക്ക് പരിപാടിയിലേക്ക് കിടക്കണ്ടേ? പിന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്യണേ. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണോ? ഓക്കെ, പക്ഷെ അതിനും ഒരു ബ്രേക്ക് എടുക്കണം. ഇത്ര നേരം സംസാരിച്ചതല്ലേ. ഓക്കെ, ലെറ്റ്സ് ഗോ ഫോർ എ ഷോർട്ട് ബ്രേക്ക്. എന്നാ പരിപാടി എന്ന് അളിയാ, ഇന്ന് രാവിലെ ഒരു പെണ്ണ് വന്ന് ചായ കുടിച്ച് വെച്ചിട്ട് പോയ കപ്പ ഇതാ കണ്ടില്ലേ ലിഫ്റ്റിക്കിരിക്കുന്നത്. ഞാൻ കുറെ കപ്പുകൾ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്തൊക്കെ നാണയില്ല, വേറെ പണിയൊന്നുമില്ല. കണ്ട പെണ്ണുങ്ങൾ ചായ കുടിച്ച ഗ്ലാസ്സിലും നോക്കിയിരുന്നിട്ട് അയ്യേ നീ മേലാണെങ്കിൽ പണിയെടുക്കാൻ നോക്ക്. നീ അങ്ങനെയൊന്നും പറയുന്നും വേണ്ട. നിനക്ക് 5-8 10 ലൈൻ ഉണ്ടായിരുന്നല്ലേ, അതൊക്കെ നീ അതൊക്കെ പണ്ടല്ലേ അളിയാ. അതൊക്കെ എൻ്റെ ഒരു മണ്ടത്തരം കാരണം എല്ലാം പൊളിഞ്ഞു പോയി. ഈ 10 അവളുമാരെയും കൂട്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അങ്ങോട്ട് തുടങ്ങി ഒരേ സമയം ചാറ്റ് ചെയ്യാനായിട്ട്. ഒരു ഒറ്റ ഹായിൽ 10 വഴിക്കായി പോയി. മുതലാളി വന്നു കഴിഞ്ഞാൽ നിങ്ങളോട് ഞാൻ 2 പേരോടും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കൊച്ചുവർത്താനം പറഞ്ഞ് മാറി നിൽക്കരുത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ സാർ. ഞാൻ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്, അതെനിക്ക് മനസ്സിലാകുന്നുണ്ട്. കസ്റ്റമേഴ്സ് വരുമ്പോഴത്തേന് അവരെ ഡീൽ ചെയ്ത് ഇവിടെ കൊണ്ടിരുത്തി ഭക്ഷണം ആവശ്യത്തിന് അവരോട് പറഞ്ഞ് നമ്മൾ അവരെ ഇംപ്രസ് ചെയ്ത് സാധനം മേടിപ്പിക്കണം. ഞാൻ നന്നായിട്ട് ഇംപ്രസ് ചെയ്യുന്നുണ്ട് സാറേ. പിന്നെ ഞാൻ കഴിഞ്ഞ മാസം പറഞ്ഞായിരുന്നു എനിക്കൊരു പ്രൊമോഷന്റെ കാര്യം. അതാ ഞാൻ പറഞ്ഞത്, പ്രൊമോഷൻ വേണോ? വേണം. ആദ്യം പണിയെടുക്ക്, അതിനുശേഷം പ്രൊമോഷൻ. ഓക്കെ സാർ. എത്ര കാലം നിന്നെ കണ്ടിട്ട്. ശരി, അന്ന് പഠിച്ചിറങ്ങിയ പിന്നെ നമുക്ക് ഒന്നും കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. നിനക്കൊരു മാറ്റവും ഇല്ലടി. ആണോ? നീ പക്ഷെ കുറച്ച് തടിച്ചു. ഞാൻ ആദ്യം നോക്കിയപ്പോ എനിക്കത് മനസ്സിലാവാഞ്ഞില്ല കേട്ടോ. നിന്റെ കൈക്കൊക്കെ ഇച്ചിരി തടി വെച്ച് കേട്ടോ. പിന്നെ വയറൊക്കെ ചാടിയിട്ട് നീ മൊത്തത്തിലൊന്ന് ചളിച്ചിട്ടുണ്ട്. ചിലപ്പോ നിന്റെ കണ്ടി ആയിരിക്കും. നീ ലെൻസ് വെച്ചിട്ടുണ്ടോടി? ഓ, കാഴ്ചക്ക് പ്രോബ്ലം ഉണ്ടല്ലേ? അല്ലല്ല, ഇതൊരു ഷോയ്ക്ക് വെച്ചാ ചേട്ടൻ വാങ്ങിച്ചെന്നാ. നിന്റെ ചേട്ടനാണോ അത്? അയ്യോ, എന്റെ ചേട്ടൻ ബാലേട്ടാ, രാജേട്ടാ. ഇതെന്റെ ഫ്രണ്ട് കേട്ടോ. ഇതെന്റെ മാലിനി. എന്താ പേര്? ബാലേന്ദ്രൻ. ഞാൻ രാജൻ. നിന്റെ ചേട്ടൻ എന്ത് ചെയ്യുന്നടി? എന്റെ ചേട്ടനെ തിയേറ്ററിലെ അല്ല തിയേറ്ററിന്റെ ഓണറാ. അല്ലല്ല, തിയേറ്ററിന്റെ ഓണറാ. ഞങ്ങക്ക് കുറെ തിയേറ്റേഴ്സ് ഉണ്ട്. പുള്ളി എന്ത് ചെയ്യുന്നു? ഞാൻ പൊറോട്ടടിയാ. അല്ല, പൊറോട്ട എന്ന് പറഞ്ഞ പോലെ. പുറത്തതല്ലേ പറഞ്ഞ? പുറത്തെന്ന് പറയുമ്പോ സിംഗപ്പൂര്, കുവൈറ്റ്, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും പോകാറുണ്ട്. ചേട്ടൻ സോഫ്റ്റ്വെയർ
സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ. നമുക്ക് നീ ഇരുന്നാലോ? ഇരുന്ന് സംസാരിക്കാം. പാടി നമുക്ക് ഒരുമിച്ചിരിക്കാം. മോനെ ഇവിടെയൊക്കെ വെള്ളം ഉണ്ടല്ലോ, ഒന്ന് ക്ലീൻ ഓക്കെ സാർ. ഒന്ന് തുടങ്ങടാ പോലെ. സുരേഷ് പൊട്ടിച്ചിട്ട് കഴിക്കാനായിട്ട് എന്തൊക്കെയാണ്? കഴിക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട്? പൊറോട്ട, ചപ്പാത്തി, പൊറോട്ട മതി. പൊറോട്ട പൊറോട്ട, ചിക്കൻ ഉണ്ടോ? പല്ലി ചിക്കൻ. പല്ലി ചിക്കൻ, ചില്ലി ചിക്കൻ. അതെ അതെ. ചിക്കൻ ഉണ്ട് സാർ. എടുക്കാം. വേറെ എനി ഐറ്റംസ്? പൊറോട്ട, പിന്നെ ചില്ലി ചിക്കൻ, പൊറോട്ട, ഏപ്പിൾ ജ്യൂസ്. എന്ത്? 4 ഏപ്പിൾ ജ്യൂസ്. എന്ത് സാധനം? ഏപ്പിൾ ജ്യൂസ്. ഏപ്പിൾ ജ്യൂസാ? ഏപ്പിൾ ജ്യൂസ്. ഏപ്പിൾ ഫ്രൂട്ട്. ഏപ്പിൾ ആപ്പിൾ എന്നല്ലേ പറയാ? ഏപ്പിൾ APPLE ഏപ്പിൾ ആണ്. അങ്ങനെ ഏപ്പിൾ ജ്യൂസ്. ആപ്പിൾ ജ്യൂസ്. പിന്നെ ഒരു 4 സാൻഡ്വിച്ച്. സാൻഡ്വിച്ച് നീ എന്തിനാ എന്നെ പിച്ചണത്? എന്താ സംഭവം മനസ്സിലായില്ല. അത് ഈ ബണ്ണില്ലേ, ബണ്ണ്, അതിന്റെ ഉള്ളിൽ പച്ചക്കറിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അലമ്പി സാധനം ഇങ്ങനെ വെച്ചിട്ട് സാൻഡ്വിച്ച്. അതെ അങ്ങനെയാണ്. അതെ, ഇവിടെ അങ്ങനെ പറയണേ. അങ്ങനെ പറയണം. ഈ സാൻഡ്വിച്ചിന്റെ കൂടെ കുറച്ച് ഹണി എടുത്തോ. ഹണി അല്ലേ? ഹണി. തേൻ. അയ്യേ, തേൻ ഞാൻ കഴിക്കില്ല. എന്താ? ഈ മറ്റുള്ള ഈ കുഞ്ഞു കുഞ്ഞു ജീവികളുടെ വായിൽ നിന്ന് ഇങ്ങനെ വീഴുന്ന തേനീച്ച പോലുള്ള ആ സാധനം എനിക്ക് പറ്റില്ല. എനിക്ക് ഓക്കാനം വരും. പിന്നെ വേറെന്ത്? നമുക്ക് എഗ് ഓർഡർ ചെയ്യാം. മുട്ട. പിന്നെ വായുന്നല്ലോ മുട്ട. അപ്പൊ ബാക്കിയുള്ള ഐറ്റംസ് എടുത്തിട്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ചേട്ടാ, ചേട്ടൻ എന്റെ കാര്യം അറിയാമോ? ഇവളാണെങ്കിൽ പഠിക്കുന്ന സമയത്ത് ഇവള് ഭയങ്കര സ്പോർട്സുകാരിയായിരുന്നു. സ്പോർട്സാ? ഏതായിരുന്നു ഐറ്റം? ഹൈ ജമ്പ്. ഹൈ ജമ്പാണ്. ഇവളെപ്പോഴും മതിരി ഇടാൻ നല്ല പിടിക്കുക. അങ്ങനെയാണ് ചാടിച്ചിട്ട് പോകുന്നത്. അല്ല, ഇവളും സ്പോർട്സുകാരിയായിരുന്നു. കൊള്ളാം. ഇവള് ക്യാരംസ് കളിക്കുമായിരുന്നു. ക്യാരംസ്? അല്ലെങ്കിൽ ഇവള് കുഴി ചാടിക്കാൻ പിടിക്കുകയാണുള്ളത്. ഇവളെ ഭയങ്കര കുറുമ്പിയായിരുന്നു. കുറുമ്പി, കുസൃതിക്കാരി. പിച്ചുന്നുള്ളും അതൊക്കെ ഇവള് ഭയങ്കര കുസൃതിയാ. ഭയങ്കര കുസൃതിയാ. ഈ ചൂല് വെച്ചുള്ള കുസൃതികളാ വീട്ടില് കംപ്ലീറ്റ്. പൊറോട്ട. പൊറോട്ട അല്ല, പൊറോട്ട. പൊറോട്ട ഇതാണോ മൊത്തം? ഇതാണ് സാർ പൊറോട്ട. ഈ പൊറോട്ട സുഖമല്ല. ഈ പൊറോട്ട ഇത് എപ്പോ ഉണ്ടാക്കിയതാണ്? ഒരു 10 മിനിറ്റ് ആവത്തേ ഉള്ളൂ. നോ, ഇത് ഇന്നലെ ഉണ്ടാക്കിയതാണ്. അത് മാത്രമല്ല, ഇത് സോഫ്റ്റ് അല്ല. ഇപ്പൊ നല്ല സോഫ്റ്റാ. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞത് സോഫ്റ്റ്വെയർ ആണ്. ഞാൻ എല്ലാം സോഫ്റ്റ് ആക്കും. വയർ ആക്കുന്ന പ്രത്യേകിച്ച് പൊറോട്ട ഉണ്ടല്ലോ എന്റെ വീക്ക്നെസ് ആണ്. ഇതിന്റെ സുഖമല്ല പൊറോട്ട. ശരിയല്ലല്ലേ ഇത്? പൊറോട്ട ശരിയല്ല. ഈ പൊറോട്ട സുഖമല്ല. അതെന്ത് പറ്റിയതിന്? ഇതെന്ത് സംഭവിച്ചത്? അതെന്ന് പറഞ്ഞാലേ ആ മൈദ കുഴക്കുന്നതിൽ പറ്റുന്ന പാളിച്ചകളാണ്. അതാണ് മോനെ, മൈദ കുഴക്കുമ്പോൾ നമ്മൾ എപ്പോഴും അല്പം വെള്ളവും മുട്ടയുടെ വെള്ളക്കരുവും ചേർത്തിട്ട് വേണം നന്നായിട്ട് അടിക്കണം. പടാപടാന്ന് സൗണ്ട് കേൾക്കണം. പിന്നെ ഈ മൈദ കുഴയ്ക്കുമ്പോഴേ എപ്പോഴും നമ്മൾ അതിനകത്ത് കുറച്ച് തുരിശി ചേർക്കണം. തുരിശോ? അപ്പൊ തിന്നണ്ടേ? തിന്നരുത്. തിന്നാൻ പാടില്ല. പിന്നെന്തിനാ കുഴക്കണത്? അല്ല, നമ്മൾ ഈ മൈദ തേച്ചിട്ട് നമ്മളിങ്ങനെ ഈ പോസ്റ്റർ തേച്ചിട്ട് ഇങ്ങനെ പ്ലക്കോന്ന് ഒട്ടിക്കുമ്പോഴേ ഈ കന്നാലികളൊന്ന് തിന്നിട്ട് പോകും. അതുകൊണ്ട് നമ്മൾ തുരിശി ചേർക്കണം. അല്ല, നമുക്ക് തിയേറ്റർ ആണല്ലോ. അപ്പൊ പോസ്റ്റർ ഒട്ടിക്കാൻ ആളുകൾ പോകുമ്പോൾ നമുക്കൊരു വായ്നോട്ടം. ഞാൻ പോസ്റ്റർ ഒട്ടിക്കുന്ന അയ്യോ, പൊറോട്ടയിൽ തുരിശി ചേർക്കരുത്. എന്തെങ്കിലും വേണോ പറയണ സാർ? പറഞ്ഞേക്കാം. ഇതിപ്പോ എന്തായാലും കൊണ്ട് കഴിക്കും. പാലട്ടിന് ഇങ്ങനെ എവിടെ ചെന്നാലും ഫുഡ് ആദ്യം അങ്ങ് നോക്കും. ഒരുപാട് ബിസിനസ്, ഒത്തിരി ഹോട്ടൽസ് ഒക്കെ ഉണ്ട്. എത്ര ഹോട്ടൽസ് ഉണ്ട് മൊത്തത്തില്? പുറത്തും അകത്തും ഒക്കെ ആയിട്ട് 10-25 ഉണ്ട്. ഞാൻ കേരളത്തിലെ ഒട്ടുമിക്ക ഹോട്ടലുകളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ആണോ? ഉണ്ടെന്ന് ഞങ്ങൾക്ക് മേടിച്ചിട്ടുണ്ടെന്ന് ഞങ്ങള്. അതെ, കേരളത്തിൽ ഞാൻ മൊത്തത്തില് ഒരു 10-20 തിയേറ്ററില്. അല്ല, ഒരു 10-20 തിയേറ്റർ ഞങ്ങൾക്ക് കേരളത്തിലുണ്ട്. ആണല്ലേ? അയ്യോ, അപ്പൊ സിനിമയൊക്കെ നിങ്ങൾക്ക് ആദ്യം കാണാതിരിക്കുമല്ലോ. ഏറ്റവും ആദ്യം ഇരുന്ന് കാണുന്നത് ഞാനല്ലേ. പിന്നെ ഏറ്റവും ഫ്രണ്ടിലാണ് ടിക്കറ്റ്. അപ്പൊ ഈ തറ ടിക്കറ്റ് ഇടല്ല. അപ്പൊ തറയുടെ ഫ്രണ്ടിലേക്ക് ഞാൻ ഏറ്റവും ആദ്യം കാണാം. അല്ല, ചേട്ടൻ അത്ര സിമ്പിൾ ആണെന്ന് പറഞ്ഞത്. എനിക്കത് എവിടെയോ കൊണ്ട് നല്ല പഠിച്ചു തോന്നുന്നു. പക്ഷെ ഈ ഡ്രസ്സിലല്ല ഞാൻ കണ്ടത്. ഞാനും അതെ. കറി കഴിക്കട്ടെ. വേണ്ടെന്ന് എനിക്ക് എല്ലാം ഓക്കെ അല്ലേ സാർ? ഒരു വിഷയമില്ല. ബില്ല് എല്ലാം ഓക്കെ, നീ മാത്രം ഓക്കെ അല്ല. കഴിക്കും. കുറച്ച് മതി. ബില്ല്. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം. ഫുഡ് അകത്ത് അലൗഡല്ല. പിന്നെ സീറ്റയിൽ കാല് വെക്കരുത്. ബില്ലാണ് പ്രശ്നം. അയ്യോ, ഞാനത് പേ ചെയ്യാൻ വേണ്ടി തന്നതല്ലേ. സോറി കേട്ടോ, ഞാൻ പെട്ടെന്ന്. സത്യം പറ, എന്താണ് ജോലി? ഞാനേ സത്യം പറയാം,
ഇവള് പറഞ്ഞ മാതിരി എനിക്ക് തിയേറ്ററിൽ ടിക്കറ്റ് കീറില്ല. അങ്ങോട്ട് പറഞ്ഞാ പോരെ. തിയേറ്ററിൽ ടിക്കറ്റ് കീറലാണ്. ഞാൻ നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് അപ്പോഴും ഡൗട്ട് ഉണ്ടായിരുന്നു. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ മിണ്ടരുത് പെങ്ങളെ. ബായ് സത്യം പറ, ശരിക്കും എന്താ ജോലി? പൊറോട്ട അടി. അതാണ് പറഞ്ഞാ പോരെ. ഞാൻ ഒരു ആകട്ടെ പൊറോട്ട അടിച്ചു. നമ്മൾ എന്ത് ജോലി ഉണ്ടല്ലോ പെങ്ങളെ, എന്ത് ജോലി അതിൻ്റെതായ മാന്യതയുണ്ട്. നമ്മൾ ആ ജോലിനെ വില കുറച്ച് കാണരുത്. സാറേ ഇത് നിങ്ങൾ ബില്ല് ഓക്കെ ഓക്കെ കേട്ടോ, കുറെ നേരമായിട്ട് പൊറോട്ട സുഖമായില്ലട്ടാ. അത് ഞാൻ എവിടെ അല്ല, അത് ഞങ്ങൾ മാനേജ് ചെയ്തോളാം സാർ. അല്ല, ഒരു കാര്യം ബാല, ഞാൻ കൊടുക്കും. അങ്ങനെ പറയരുത്. എടോ, ഞാൻ ടിക്കറ്റ് കയറി ബ്ലാക്കിൽ ടിക്കറ്റ് വിറ്റ് ഒരുപാട് കാശ് എനിക്കുണ്ടെന്ന് ഞാൻ കൊടുത്തോളാം. ഞാൻ പൊറോട്ട അടിച്ച് കാശുണ്ടാക്കിയിട്ടെടുത്ത് ഞാൻ കാശ് കൊടുത്തു. അങ്ങനെ പറയരുത് ബാല, ഇത് ഞാൻ കൊടുക്കും. അങ്ങനെ നമ്മൾ തമ്മിൽ ഇടയോട്ടാ. എന്താണ് പൈസ ഞാൻ കൊടുക്കും. അങ്ങനെ പറയരുത് വലിയ. സാറേ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ തമ്മിൽ ആരും തമ്മിൽ ഇങ്ങനെ തർക്കിക്കരുത്. നിങ്ങൾക്ക് ഈ ബില്ലടയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞു തരട്ടെ. ഞാൻ ഒരു ടാസ്ക് തരാം. നിങ്ങൾ 4 പേര് ഈ ഹോട്ടലിൽ വിട്ട് ഒരു റൗണ്ട് അങ്ങോട്ട് ഓടുക. ഓടിയിട്ട് ആദ്യം ഓടി വരുന്ന ഫാമിലി ബില്ലടച്ചാൽ മതി. അതെ, ആദ്യം ഓടി വന്നിട്ട് ഈ ബില്ല് എടുക്കണം. അവർക്ക് ബില്ലടക്കാം. ബാല, നീ തോറ്റ്. കാരണം ഇവിടെ സ്പോർട്സുകാരിയാണ്. അപ്പൊ നമുക്ക് ടാസ്കിലേക്ക് നിങ്ങൾ കിടക്കാൻ പോവാണ്. ഫസ്റ്റ് ഞാൻ ഓടിക്കോളാം. ഞാൻ ഓടിക്കോളാം. ഒരുമിച്ച് ഞാൻ പറയാം. റെഡി, 1 2 3. ഒരു ടാസ്ക് നടത്തിയത്. ഇവിടെ ഒരു ഫാമിലി ഭക്ഷണം കഴിച്ചോണ്ടിരിപ്പില്ലായിരുന്നു. അവര് ബില്ല് പേ ചെയ്തില്ലല്ലോ, അവരെന്തേ? അല്ല, ബില്ലിന്റെ കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ സാർ. എന്ത് കൺഫ്യൂഷൻ? എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ. എന്താണോ ആരുടെ കയ്യിൽ നിന്ന് ബില്ല് മേടിക്കും എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായി. അവര് തമ്മിൽ തർക്കമായി. അത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു ടാസ്ക് കൊടുത്തു. എന്നിട്ട് ആ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോട്ടലിൽ വിട്ട് ഓടിയിട്ട് ആദ്യം വരുന്ന ഫാമിലി ബില്ലടച്ചാൽ മതി. അവര് വന്നാ? ഇല്ല സാർ, അവര് ഓടി വരുമ്പോ അവർക്ക് വിശക്കുമല്ലോ, ക്ഷീണം കാരണം. അപ്പൊ അവര് പിന്നെ ഭക്ഷണം കഴിക്കും, നമ്മുടെ ബിസിനസ് നടക്കും. ഇവിടെ പൊട്ട അവരിറങ്ങി അവരുടെ വഴിക്ക് ഓടിപ്പോയി. അവര് ബില്ലടച്ചില്ല. എന്ത് കഷ്ടമാണെന്ന് നോക്കണേ. എത്ര രൂപയുടെ ബില്ലാണ് പോയത്? തനിക്ക് പ്രൊമോഷൻ വേണമെന്നല്ലേ പറഞ്ഞേ? എന്റെ സാറേ, എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു പ്രൊമോഷൻ അല്ലേ. പണ്ട് ഇവിടെ ഇരുന്ന ഒരു മാനേജർ ഇതുപോലൊരു ടാസ്ക് ഇവിടെ വന്ന കസ്റ്റമേഴ്സിന് കൊടുത്ത് എനിക്കൊരു 10,000 രൂപ പോയായിരുന്നു. അയാളെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടു. അയാൾ ഇപ്പൊ നല്ലൊരു ബിസിനസ് നടത്തി ജീവിക്കുക. തനിക്ക് വേണേ അയാളുടെ കൂടെ പോയി ജീവിക്കാം. എന്റെ സാറേ, എനിക്ക് ഇവിടുത്തെ ജോലി മടുത്ത്. എനിക്ക് പുള്ളിക്കാരന്റെ കൂടെ ബിസിനസ് ചെയ്താൽ മതി. അതെ, എന്താ പുള്ളിയുടെ ബിസിനസ്? തന്റെ അങ്ങോട്ട് നോക്കിക്കേ. അവിടെ ആ മൂലയ്ക്ക് ഒരു കപ്പലണ്ടി കച്ചവടമായിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ടോ? കണ്ട്. അയാളായിരുന്നു ഇവിടുത്തെ പഴയ മാനേജർ. തനിക്ക് വേണമെങ്കിൽ അയാളുടെ കൂടെ പോയിരുന്ന കപ്പലണ്ടി കച്ചവടം ചെയ്ത് ജീവിച്ചോ. വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. ഇനി വരാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയ താരവിളയാട്ടം എന്നുള്ള സെഗ്മെന്റ് ആണ്. ലെറ്റ്സ് വെൽക്കം അനൂപ് പാല. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? പാലയിലൊക്കെ എല്ലാരും നസീർക്ക, അനൂപ് നമ്മുടെ പിള്ളേരാന്നേ, നമ്മുടെ പയ്യനാ. അതെ, അനൂപ് ഞങ്ങളുടെ കൂടെ കുറെ സ്റ്റേജുകൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റേജ്. ഓക്കെ, എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇന്ന് നമ്മുടെ ചെയിൻ സോങ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ചെയിൻ സ്പോട്ട് ഡക്ടിങ് ആണ് ചെയ്യാൻ പോകുന്നത്. അതെ, അതെങ്ങനെയാണ് അനൂപ്? എങ്ങനെയാണ് ചെയ്യുന്നത്? ഒരു ഡയലോഗിൽ നിന്ന് കണക്ട് ചെയ്ത് അടുത്ത ഡയലോഗിലേക്ക് പോകും. കുറെ തപ്പി. അത് കൊള്ളാം. അപ്പൊ ഡയറക്റ്റ് നമുക്ക് ആ പെർഫോമൻസ് കാണാം അല്ലേ? ഓക്കെ. അപ്പം സ്പോട്ട് ഡബിങ്ങിനുള്ള സ്പോട്ട് നാദികയുടെ തൊട്ടടുത്താണ്. ഞാൻ ഒരു സത്യം പറയട്ടെ, എനിക്ക് പിരീഡിനെ കുറിച്ച് ചിന്തിക്കാനും കൂടെ പറ്റത്തില്ലേ. എനിക്കെന്നാ ഇഷ്ടമാണെന്നറിയോ റിൻസിനെ. റിൻസിക്ക് വിഷമം കണ്ടിരിക്കാൻ വേണ്ടിട്ടാ റിൻസ് പറഞ്ഞ പോലെ എല്ലാം ഞാൻ ചെയ്തേ. ഇപ്പോ വീട്ടിൽ കൊണ്ട് ആക്കിയത് പോലും റിൻസിക്ക് സന്തോഷമാവാൻ വേണ്ടിട്ടാ. എനിക്ക് ഇതുവരെ ഞാൻ വിചാരിച്ചത് റിൻസിക്ക് എന്നെ കാണുന്ന പോലെ ദേഷ്യമാണെന്നാ. ഇതൊക്കെ ഒന്ന് തുറന്ന് പറയാൻ പറ്റണ്ടേ? ഞാൻ റിൻസിനെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. സാർ അങ്ങനെ ഈ സാറുമായിട്ട് ഉണ്ടാക്കണ്ട. വരണം സാർ. ഞാൻ എന്റെ ഈ വേഷം ഒന്ന് മാറി. നമ്മൾ രണ്ടുപേരും കൂടെ എന്റെ അമ്മാവന്റെ മോളുടെ കല്യാണത്തിന് പോകില്ല. ഇപ്പൊ ഇട്ടിരിക്കുന്ന വേഷം തന്നെ ധാരാളം. വാടോ.
ഈ വേഷത്തിൽ കൊണ്ടുവന്നത് ശരിയല്ല. ഡ്രസ്സ് മാറ്റാൻ അല്പം സമയം കൊടുക്കണം പ്ലീസ്. കോപ്പേ സബോർഡിനേറ്റ് ആണെന്ന് ഞാൻ നോക്കില്ല, മുട്ടുവാരിയായിട്ട് തന്നാണല്ലോ. വരണഹേ. എടാ അച്ചുവേ, ഭീമൻ രവിച്ചേട്ടൻ അവസാനം അടിച്ച ഡയലോഗിൽ ഒരു ഭീഷണി ഉണ്ടായിരുന്നു. ശരിക്കും ആദ്യം മുതലേ അതുള്ളതാ. എന്നാൽ മാറ്റടാ ഗിയറ്. മാറ്റി. അപ്പക്കാട്ടിലെ അടുക്കളപ്പുറത്തുണ്ടായ കഞ്ഞിവെള്ളം താളിച്ചതും മുരിങ്ങയില തോരനും ഒക്കെ തിന്ന് ചീങ്കണ്ണി പരുവായ നീയൊക്കെ വടക്കം വീട്ടിലുണ്ടായ ഈ താന്തോന്നിന്റെ കൈയും കാലും വെട്ടി രോമം പഠിക്കും അല്ലടാ. എന്നാ വെട്ടി വടിക്കടാ കഴിവറ മോനെ. ഉമ്മച്ച, ഹൈവേയിൽ കൂടപ്പറപ്പങ്ങളെയും കൂട്ടി ആമ്പിള്ളേരെ ഉമ്മ വെക്കാൻ ഇറങ്ങുമ്പോ ആളും തരവും നോക്കണം. അല്ലെങ്കിൽ എടവകപ്പള്ളിയിലെ കുരിശുമണി ഒറ്റയും പെട്ടയടിക്കും. അങ്ങനെ സംഭവിച്ച തറവാട്ടി കിടന്നുറങ്ങുന്ന നിന്റെ പെമ്പർനോത്തിയും പിള്ളേരും വന്ന് ഉമ്മ വെച്ചു പോകുവേ, ഒടുക്കത്തെ ചുംബനം. വടക്കം വീട്ടി കൊച്ചുകുഞ്ഞിനോട് ഉടക്കാൻ നിൽക്കല്ലേ, ഉടച്ച് കൈ തരും ഞാൻ. ഇത്ര മോശം സമയത്തും എല്ലാവരും വന്നതിൽ സന്തോഷം. പനച്ചൽ ഫാമിലിയുടെ പേരിൽ എല്ലാവരെയും നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ അപ്പൻ്റെ മരണത്തെക്കുറിച്ച് പല ഊഹാപോഹങ്ങൾ കയറലുണ്ട്. പടക്കം പൊട്ടിച്ചത് ആചാരവിരുദ്ധമാണെന്ന് പറയുന്നവരുണ്ട്, പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചവരാണെന്ന് പറയുന്നവരുണ്ട്. എന്തായാലും ഒരു കാര്യം പറയാം, ഇനി ഇത് പറഞ്ഞ് നടക്കുന്നവരെ ഞങ്ങൾ കായികമായും നിയമപരമായും നേരിടും. അത് കള്ളുഷാപ്പിലിരുന്ന് കുശുകുശു പറയുന്നവരായാലും മേടയിലിരുന്ന് താളത്തിൽ പറയുന്നവരായാലും ശരി. ജോമോന്റെ മാനുവൽ മനസ്സാക്ഷിയാണ്. എല്ലാവർക്കും ഫുഡ് കഴിച്ച് പിരിയാം. സന്തോഷം. സപ്ലയർ ഇച്ചിരി സാമ്പാർ താങ്ങി. നീ എന്തിനാ ഞങ്ങൾ സെക്കൻഡ് ആൾക്കാരാ, ഞങ്ങളാ ഫസ്റ്റ് ഇരിക്കുന്നത്. അല്ല ജില്ലാ കളക്ടർ അടിച്ചിന്റെ പനി എന്താ? പല്ല് പറിക്കുന്ന ഡോക്ടറെക്കാളും നല്ലത് ചങ്ക് പറിച്ചു വരുന്ന നേഴ്സാ. അവരാവുമ്പോ അസുഖം മാറുന്നവരെ കൂടെ തന്നെ കാണുമല്ലോ, അല്ലേ അമ്മച്ചി? എന്നാലും ഈ നേഴ്സ് എന്നൊക്കെ പറയുമ്പോ തുടങ്ങി. ആദ്യം ഒന്ന് പോയി കാണ്, ബാക്കിയൊക്കെ പിന്നല്ലേ. അല്ലെങ്കിൽ മാമച്ചന്റെ പ്രായത്തിലെ നേഴ്സ് ആ ബെസ്റ്റ്. ഇനിയിപ്പോ ഇപ്രായത്തില് ഷുഗർ, പ്രഷർ, എന്തൊക്കെ രോഗങ്ങൾ വരാൻ കിടക്കണം. എന്റെ മാമച്ച വയസ്സാം കാലത്ത് പെണ്ണ് കിട്ടുമ്പോ എന്തെങ്കിലും പ്രയോജനം വേണം. അതും ശരിയാ. കൊള്ളാലോ, എനിക്ക് ഈ വിളക്ക് വേണം. നിങ്ങൾ എനിക്കിത് തരണം, ഞാനിത് അങ്ങോട്ട് എടുക്കുക. എടുത്തോളൂ സാർ, ഞാൻ വേറെ കൊണ്ട് തരാം. അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പർ അല്ലേ നസീർക്ക? എന്ത് പറയും? അല്ല, എന്താ പറയണെന്ന് വെച്ചാല് ഇപ്പൊ ഈ അനൂപ് ഇതിൽ ആർക്കൊക്കെ ഏതൊക്കെയാ ചെയ്തെന്നുള്ള കൺഫ്യൂഷനാ. അതെ, അതൊരു കൺഫ്യൂഷൻ ഉണ്ട്, അത് ശരിയാണ്. എവിടെ ഏതാണ് ബിജു മേനന്റെ ആയിരുന്നോ ചെയ്തത്, സലീം അജു വർഗീസ് ആണോ എന്നൊക്കെ ഉള്ള കൺഫ്യൂഷൻ ആയി പോയി. അതെ, ഏതൊക്കെയാ ശരിക്കും അതില് ചെയ്തത്? ലൈവ് എല്ലാം ഞാൻ തന്നെ ചെയ്തു. എല്ലാം അതെ അതെ, ഫുൾ വോയിസ്. അതിനകത്ത് മണിമുള്ള രാജു ചേട്ടനും സുരാജ് ചേട്ടനും അല്ല, ഒറിജിനലാണ്. ബാക്കിയെല്ലാം അതെന്താ ഇതിന്റെ കുഴപ്പമെന്നറിയാമോ? ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്ന ഇത്ര അടുത്ത് നിൽക്കുന്നവർക്ക് തന്നെ ഇത്രയും കൺഫ്യൂഷൻ ആകുകയാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ വിചാരിക്കും ഇത് ചിലപ്പോ ഒറിജിനലാണ്. അതുകൊണ്ട് നീ ഇപ്പൊ ഒന്നും ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടോ? അതെ, ഏത് വോയിസ് ചെയ്യുന്നേ? സ്ഥിരം ചെയ്യുന്ന വേണ്ട, നമുക്ക് ജോണി ആന്റണിയുടെ ഒക്കെ ഒന്ന് കേട്ടാ കൊള്ളാം അല്ലേ? ജോണിയുടെ കൊള്ളാലോ, ഇതെനിക്ക് വേണം, നിങ്ങളിതെനിക്ക് തരണം, ഞാനിതങ്ങ് എടുക്കുക. സലീം കുമാർ, നിനക്കറിയില്ല നിന്റെ മ്യാമനെ, പണ്ട് കട്ടപ്പന ചതപിനും നേരത്ത് 10 രൂപയുടെ വയറ് പൊട്ടിയ ചാളയും വാങ്ങി അതിലൊരു ചാള പൂച്ച എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞ് 5 കിലോമീറ്റർ ആ പൂച്ചയെ ഓടിച്ചിട്ട് പിടിച്ച് തിരിച്ചു കിടത്തി വയറിലിക്കിളിട്ട് ആ ചാള കക്കിച്ച് അതുകൊണ്ട് കുടമ്പിളിട്ട് കർമ്മിച്ചെന്നതാണ് നിന്റെ മരം കൊത്തി മോങ്ങായി മ്യാമൻ, അഥവാ എന്റെ പ്രിയപ്പെട്ട അളിയൻ. എന്തായാലും ഇതൊരു നല്ല അറ്റംപ്റ്റ് ആയിരുന്നു, അറിയോ? സ്പോട്ട് ഡബിലാണെങ്കിൽ പോലും ഒരു ഡയലോഗിന് തുടങ്ങി അടുത്ത സീനിൽ വരുമ്പോഴും ആ ഡയലോഗിന്റെ ഒരു കണക്ഷൻ ആയിട്ട് വന്നിരിക്കുന്നത് അത് ഇവിടെ ഇതുവരെ സ്പോട്ട് ഡബിൽ ചെയ്തതിൽ നിന്നും ഒരു പുതുമയുള്ള. ഇതിനു വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. ശരിക്കും സലീംകുമാർ പറയുന്ന ഡയലോഗ് അതല്ല. അല്ല, എറണാകുളം ജില്ലാ കളക്ടർ കുത്തിക്കെട്ടിട്ട് പോണോ?
അവിടെ ഞാൻ അത് മാറ്റി അടിച്ചതിന്റെ പല്ല് ഞാൻ തെറിപ്പിക്കും, എന്നാലേ ഉള്ളൂ അടുത്ത ചാക്കോച്ചിന്റെ ഡയലോഗിലേക്ക് പോകും. അങ്ങനെയൊക്കെ ചെയ്യാം. അത് നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടിട്ട് എന്തുവേണമെങ്കിലും കാണിക്കാലോ. അതെ, ഇതിന് മൊത്തം ഡയലോഗുകൾ നിങ്ങൾ മാറ്റി ഒരു കഥ പോലെ ചെയ്ത് മാറ്റി ചെയ്യുകയാണെങ്കിലും രസമായിരിക്കും. കുറെ ഹ്യൂമറും കാര്യങ്ങളൊക്കെ കയറ്റാനും പറ്റുമല്ലോ. ഇപ്പൊ ഈ പൃഥ്വിന്റെ ഒക്കെ പറഞ്ഞില്ലേ, അതെല്ലാം മോൻ ഒരു കോമഡി ഡയലോഗ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ കളില്ല. ഇപ്പൊന്നും അങ്ങനെ നോക്കണ്ട, കറക്റ്റ് വരണമൊന്നുമില്ല. അതായത് അതൊരു വെറൈറ്റിയും കൂടെ ആവും. പക്ഷെ ഇതൊരു വെറൈറ്റിയാണ്. ശരിക്കും ഇതിങ്ങനെ ചെയ്യാന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഫിറോസ്ക പറഞ്ഞത് നമുക്ക് ഇങ്ങനെയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ചെയ്യായിരുന്നല്ലോ എന്ന് പറഞ്ഞു. കണ്ടോ, ഇത് ഏതെങ്കിലും ഒരു ഇതിൽ നടക്കുന്ന പരിപാടിയാണോ? കണ്ടോ, അങ്ങനെ അതാണ് കലാകാരന്മാർ പോരട്ടെ എന്നാണ് നമ്മുടെ ടീമിന്റെ ചിന്ത. അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് ഇഷ്ടം വരുന്നതാണ്. അതാണ് സംഭവം. അപ്പൊ ഒക്കെ അനൂപിനെ പോലുള്ള ആൾക്ക് നല്ല തലമായത് വെച്ചടിച്ചു പോവാ. അല്ല, ഞാൻ പറഞ്ഞില്ലേ, നമ്മള് കുറെ വർഷങ്ങള് ഒരുമിച്ച് ഒരുപാട് സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്റെ കൂടെ ആണെങ്കിലും നസീറിന്റെ കൂടെ ആണെങ്കിലും ജാഫർ ഒക്കെ ആയിട്ട് ഒരുമിച്ച് ചെയ്തിട്ടില്ലേ? ഞാൻ അനൂപമായിട്ട് ഉണ്ടല്ലേ ഞങ്ങളുടെ നമ്മള് മുട്ടയ്യർപ്പള്ളിയിൽ ഞാന് ഒരുപാട് സ്റ്റേജ് ഷോസിന് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിട്ടുണ്ട്. അപ്പം അതിന് ഇവന്റെ പെർഫോമൻസ് കാര്യങ്ങളും അറിയാമോ എനിക്ക് കൃത്യമായിട്ട്. ഇപ്പൊ ഞാൻ ഇപ്പൊ കുറച്ച് നാളായിട്ട് ഇപ്പൊ 1.5 വർഷമായിട്ട് നമുക്ക് ഈ കോവിഡ് പ്രശ്നമായിട്ട് സ്റ്റേജ് ഷോസ് ഒക്കെ കുറവല്ലേ. അപ്പൊ അങ്ങനെയാണ് ഞങ്ങള് 1.5 വർഷമായിട്ട് കാണാറില്ല എന്നുള്ളൂ. അതിനുശേഷം കാണുന്നത് ഇന്നാണ്. എന്തായാലും അടിപൊളിയായിരുന്നു. ഒരു പുതിയ ഐറ്റം നമുക്ക് പരിചയപ്പെടുത്തിയതിൽ താങ്ക് യു ഫോർ കമ്മിങ്. ജാഫർ ഖാൻ, നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ? കൊടുത്തേക്കാം. ആദ്യം നസീർ കൊടുത്തു, അതെ, പിന്നെ നാഷാക്ക കൊടുത്തു, പിന്നെ നാഷാക്കായും നസീറും കൂടെ ഒന്നിച്ചു. ജാഫർക്ക് കൊടുക്കണം. ഇത്ര നല്ലൊരു ഐറ്റം ഇവിടെ പെർഫോം ചെയ്തിട്ട് വേറെ ആര് കൊടുക്കും? ഇത്ര നല്ലൊരു പെർഫോമൻസിന് നമുക്ക് ലണ്ടൻ ക്ലാസിക്കിന്റെ ഒരു ഷർട്ടാണ് ഗിഫ്റ്റ് ആയിട്ട്. എനിക്കോ? അല്ല, ഗിഫ്റ്റ് ഇങ്ങോട്ട് കൊടുക്കണം. തക്കടിക്കുന്നു. ലണ്ടൻ ക്ലാസിന്റെ ഷർട്ടാണ് ഞാൻ എനിക്കല്ല. അപ്പം ആ കൊച്ചു തന്ന് ഞാൻ മോന് തരിക. ഈ ഷർട്ട് ഇട്ടുകൊണ്ട് ഒരു അടിപൊളി ഷോ നടത്തട്ടോ. ഓക്കെ, സിംഗിൾ ഡാൻസ്. ഓക്കെ, നമുക്കൊരു ബ്രേക്ക് പറയണ്ടേ? ബ്രേക്ക് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ചെറിയൊരു ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. ഇനി സ്കിറ്റിന്റെ ടൈമാണ്. ലെറ്റ്സ് വെൽക്കം കോമഡി ബ്രദേഴ്സ്. അല്ല സാറേ, അല്ല സാറൊന്ന് പറയുന്നൊന്ന് കേൾക്ക് സാറേ. നമ്മുടെ ഈ മാസാവസാനമൊക്കെ അല്ലേ, അതിന്റെ ചെറിയൊരു ടൈറ്റ് ആണ്. അല്ല, ഞങ്ങളുടെ ബാങ്കിൽ മാത്രമല്ല, മൊത്തത്തിൽ ടൈറ്റ് ആണ് സാറേ. ഈ മാസാവസാനം അല്ല, അപ്പൊ എല്ലാ ബാങ്കിലും ടൈറ്റ് ആണ്. ഓക്കെ സാറേ, നമുക്ക് ശരിയാക്കാം സാറേ. ഈ ടൈറ്റിന്റെ പ്രശ്നം അതുകൊണ്ടാ. ഓക്കെ, ഇതൊരു ടൈറ്റ്. നല്ല ടൈറ്റ് സാറേ. ആ അതെ, ഭയങ്കര ടൈറ്റ്. സാറ് ശ്രദ്ധിച്ചായിരുന്നാ? പിന്നെ ഞാൻ ശ്രദ്ധിച്ചെങ്കിൽ പിന്നെ ആര് ശ്രദ്ധിക്കും? ഓൺലൈൻ എടുത്തോണ്ടാന്ന് തുണി എടുത്ത് തയ്ച്ചാ മതിയായിരുന്നു. ഏത് ടൈറ്റിന്റെ കാര്യം പറഞ്ഞു? അയ്യേ, രാവിലെ ചമ്മി. ഞാൻ ബാങ്കിന്റെ ടൈറ്റിന്റെ കാര്യമാണ് പറഞ്ഞത്. ഒരു ചുണ്ടലി എന്നെ കവളിപ്പിച്ച് ഇതിനകത്തേക്ക് കയറിയേക്കുന്നു. പതുക്കെ സമയം എടുത്ത് പിടിച്ചാൽ മതി. എലിയെ പിടിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞേ. എലിയെ പിടിക്കുന്ന കാര്യമായി പറഞ്ഞേ. ഇവിടെ ചെറിയൊരു എലിയെ പിടിക്കാൻ പറ്റാത്ത താനാണ് എത്ര കോടിക്കണക്കിന് രൂപയുള്ള ബാങ്ക് പിടിക്കാൻ നോക്കുന്നത്. എന്നെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട സാറേ. 26 വർഷമായി ഞാൻ ഈ ബാങ്കിൽ ഇരുന്ന് ഉറങ്ങുന്നത്, ജോലി ചെയ്യുന്നത്. ഇന്നേ വരെ എന്റെ കണ്ണ് വെട്ടിച്ച് ഒരു ഈച്ച പോലും ഇതിനകത്ത് കയറിയിട്ടില്ല. അറിയാമോ നന്ദിനി? ഇവിടെ ഇതിന്റെ പശുവിനായിട്ട് ഇതിനകത്തേക്ക് വരുന്നത്. എടോ, ജെറുസലേമിലെ കാലിത്തൊഴുത്തല്ല ഇതിനകത്ത് പശുവിനെ കൊണ്ടു കേട്ടാൽ പുറത്തേക്ക് പോവാൻ. സാറൊന്ന് പിടിച്ചേ. എന്തിനാ? എടോ, എന്താ താൻ എന്തിനാ വന്നവിടെ? അതെ, മാനേജറെ വിളിക്കും. മാനേജറെ വിളിക്കണോ? മാനേജറെ വിളിക്കും. അവിടെ നിൽക്കണേ. കണ്ണേ ഇങ്ങനെ വട്ടത്തിൽ എഴുതണേ. അപ്പൊ അന്ന് വാലിട്ടെഴുതിയെന്നല്ല, വാലിട്ടെഴുതിയ. അതെ, മാനേജർ പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ നടക്കത്തില്ല. കാര്യം എന്നോട് പറഞ്ഞാൽ മതി. അതെ, നിങ്ങളുടെ പശുവിന് ലോൺ കൊടുക്കുന്നുണ്ടോ? പശുവിന് ലോണല്ല, ഇവിടെ പുല്ലും വൈക്കോലും ഒക്കെയാ കൊടുക്കുന്നേ. ഓ, രാവിലെ തന്നെ ഫ്രഷ് തമാശ. മാനേജറെ വിളിക്ക്, അത്യാവശ്യമാണ്. അത്യാവശ്യമാണോ? സാറേ, സാറേ, ആ അക്കൗണ്ട് ഒന്ന് ക്ലോസ് ചെയ്ത് ഇങ്ങോട്ട് വന്നേ. പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആള് വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ്, എല്ലാവരുടെ ഞാൻ തരാം. ഓക്കെ. എന്താണ് പശുവോ? ആ, എന്തിന്?
അതെ നിങ്ങൾ പശുവിന് ഇവിടെ ലോൺ കൊടുക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പശുവിനെ കൊണ്ടുവന്നത്. എന്റെ ഷീജ പശുവിന് ലോൺ കൊടുക്കണമെന്ന് പറഞ്ഞ് ഇതൊന്ന് നോക്കിയേ പശുവിനെ കൊണ്ടുവന്ന് എന്ത് കോമഡിയാന്ന് പറഞ്ഞു. പശുവിനെ വെളിയിലാക്കണം, വെളിയിലാക്കാം പശുവിനെ. അതെ ഒന്ന് പിടിച്ചേ. ഓട്ടെ ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അല്ല ഇയാളെന്താ പശുവിനെ കൊണ്ടത് എനിക്ക് വ്യക്തമാവുന്നില്ല. അതെ എനിക്ക് പശുവിന് ലോൺ കൊടുക്കണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ലോൺ മേടിക്കാൻ വേണ്ടി വന്നതാണ്. ഇത് പശുവിനെ എന്തിനാ കൊണ്ടുവരുന്നത്? കാര്യം എന്താ പശുവിനെ കൊണ്ടുവരേണ്ട കാരണം എന്താ? അതെ കഴിഞ്ഞ ആഴ്ച എന്റെ ചേച്ചി ഇവിടെ ലോൺ എടുക്കാൻ വന്നു. അപ്പൊ എന്റെ അളിയനോട് നിങ്ങൾ എന്താ പറഞ്ഞത്? ചേച്ചിക്ക് ലോൺ വേണമെങ്കിൽ ചേച്ചി വന്ന് ഒപ്പിടണം. അത് വരേണ്ടി വരും, ചേച്ചി വരേണ്ടി വരും. അതുകൊണ്ടാണ് പശുവിനെ കയ്യും കാലില്ലാത്ത പശു എങ്ങനെ ഒപ്പിടും ഷീജ? കയ്യും കാലില്ലാത്ത പശു അല്ല പശു കൈയും കാലും ഉണ്ടെങ്കിൽ നിരങ്ങിയല്ലേ വരുന്നത്. പിന്നെ എങ്ങനെ ഒപ്പിടും പശു? അതെ ഇവിടുത്തെ മഷിയില്ലേ, പശുവിന്റെ വാലിലൊന്ന് അടിക്കുക, പേപ്പറിൽ അടിക്കാം. ഓക്കെ അടിച്ചോണ്ടിരിക്കുള്ളൂ, പശുവിന്റെ വാലെടുത്ത് അടിക്കാം. അപ്പൊ എന്റെ ലോണ് എന്റെ പശുവിടെ പശു എന്റെ പശുവിടെ തന്നിരി. അത് പശുവാണോ അതോ PT ഉഷാണോ? എന്നെ ഓട്ടോ എന്നെ കൊണ്ട് ഓടിയത് പശുവിടെ എന്റെ കൈവിട്ട് പോയി. ഇപ്പൊ പോയ എറണാകുളത്തിന് പിടിക്കാം സാറേ എന്റെ ലോൺ. അയ്യോ എന്റെ പശു തന്നിരി. മുടി സ്ട്രൈറ്റ് ചെയ്യണേ. എനിക്കൊരു ചുരിദാർ വേണം. രണ്ടെണ്ണം മാറ്റി തരാം. എന്താണോ ഞാനൊന്നും കണ്ടില്ല. കാണാനൊന്നുമില്ലല്ലോ ഇവിടെ. അല്ല ചായ വേണോ? വേണം. വിത്തൗട്ടല്ലേ? ഇടക്കിടക്ക് ഇടാറുണ്ട്. എന്ത് പഞ്ചാര? ഇന്നിത്തിരി പഞ്ചാര കൂടുതലാ. നീ വിത്തോട്ട് കഴിച്ചാൽ മതി. എന്നെ നീ കാണിക്കുന്നില്ല, മനസാക്ഷി ഇല്ലാത്ത പരിപാടിയാണ് നീ കാണിക്കുന്നത്. എന്റെ ഇതിയാണ് ഓരോ ഒപ്പിടുന്ന താമസമല്ലേ ഉള്ളു. നീ ഒന്നും മിണ്ടാതിരി. ഞാൻ പള്ളിപ്പറമ്പ് ശവക്കുഴി കുത്തിക്കൊണ്ടിരിക്കുവായിരുന്നു. ഇപ്പൊ തന്നെ നിനക്ക് ഞാൻ വന്ന് ഒപ്പിടണമെന്ന് പറഞ്ഞു. എന്റെ പൊന്നുമാൻ ശവം പിന്നാലും കുടിച്ചിടാ. ഇപ്പൊ ഒപ്പിട്ട് 50,000 രൂപ ലോൺ കിട്ടത്തില്ലയോ? 50,000 രൂപ കിട്ടിയാൽ ഇതിനൊന്ന് എനിക്ക് എന്നാ തരുന്നീ? വലിച്ചു കിടക്കുന്നു. ചെറിയ കുപ്പി എടുക്കാം. ഇതിന്റെ ചുമക്കുള്ള മരുന്ന് മേടിക്കാനോ? അത് നിന്റെ മറ്റവന് കൊണ്ട് കൊടുത്താൽ എനിക്ക് 1 ലിറ്റർ സാധനം കൂടെ കിട്ടണം. 50,000 കൊണ്ടിട്ട് വിട്ടത്തെ എനിക്ക് വേറെ കടം തീർക്കാനുള്ള പേടരയ്ക്ക് എന്താ ഇവിടെ കിടന്ന് ബഹളം മുടക്കുക? ഇവിടെ കിടന്ന് ബഹളം വെക്കാൻ പറ്റത്തില്ല. എനിക്ക് 1 ലിറ്റർ സാധനം വേണം. ഇവിടെ കിടന്ന് ബഹളം വെക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ പതുക്കെ സംസാരിക്കണം. എന്തിനാ വന്നത്? എന്തെങ്കിലും പറയാനെനിക്ക് ഒച്ച പറ. അതുകൊണ്ടല്ലേ കുരിയാ പറഞ്ഞ ഒച്ച ലോൺ എടുക്കാൻ വന്നയാന്ന്. ലോൺ എടുക്കാൻ വന്നാ പിന്നല്ലാതെ മേനേജറെ കാണണം. അത്രയല്ലേ ഉള്ളൂ. അവിടെ നിൽക്കി വിളിക്കാം. മഞ്ഞ ചുരിദാറാണ് ഈ ഫോട്ടോക്ക് പറ്റിയത്. മഞ്ഞ ചുരിദാർ എന്റെ പിറന്നാളിന് മേടിച്ചു തന്നാ മതി. സാറേ ഈ ടെക്സ്റ്റൈൽസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് അങ്ങോട്ട് വരാമോ? ഒരു അക്കൗണ്ടിൽ ഓപ്പൺ ചെയ്യാൻ ആൾ വന്നിട്ടുണ്ട്. ശല്യങ്ങൾ ഇങ്ങോട്ട് വിളിയാറോ? അങ്ങോട്ട് അങ്ങോട്ട് ചെല്ലാൻ ആണോ വരുന്നു സാറേ? എന്താ കാണിക്കുന്നത്? എന്താ കാണിക്കുന്ന? അതെ കാല് മുഴുവനും മണ്ണാ. അപ്പൊ ഇത് കഴുകിയിട്ട് അങ്ങോട്ട് വരാനോ? കാല് കഴുകാൻ വെച്ചേക്കുന്നല്ല, കുടിക്കാൻ വെച്ചിരിക്കുന്ന വെള്ളമാണ്. എന്നാ കാല് കഴുകിയ വെള്ളം ഇനി എന്റെ പാട്ടി കുടിക്കും. ഇല്ല ഫാമിലിയാ. സാറേ 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 എവിടാ സാറേ ഒപ്പിടണ്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങ് പറയാം. ഇതൊക്കെ എന്റെ പണിയായത് നിങ്ങൾ എന്റെ ടൂൾസ് അല്ലേ? എന്റെ ടൂൾസ് ആണ്. പിന്നെ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇതെന്റെ പണിയായതോ? എടുത്തോണ്ട് പോണോ കോപ്പയ്ക്ക് എടുത്തോണ്ട്. രാവിലെ എന്താ കർഷക ദീപോ? പശു മൺമട്ടി എന്താ ഇത് ഭയങ്കര ചൂടനാന്ന് തോന്നുന്നു. കാര്യം പറഞ്ഞിട്ട് എനിക്ക് കുടിവെട്ടാനുള്ളതാന്ന് പറഞ്ഞു. സാറേ പിന്നെ എനിക്ക് പിന്നെ 50,000 ലോണിന്റെ കാര്യം പറഞ്ഞായിരുന്നു കേട്ടോ. ആര് പറഞ്ഞു ലോണ്? മറ്റേ നമ്മളെ പിരിക്കാൻ വരുന്ന ശ്രീജിത്ത് സാർ പറഞ്ഞായിരുന്നു. ശ്രീജിത്ത് സാർ നമ്മളെ വീട്ടിലെ ആഴ്ച ബുധനാഴ്ച പിരിക്കാൻ പറഞ്ഞ ഒരു ചെറുക്കാണ്, ചിരിക്കാത്ത ചെറുക്കാൻ. തേനീച്ചക്കൂട്ടിലെ റാണി. തേനീച്ചക്കൂട്ടിലെ റാണിയാ? എന്റെ സാറേ ഈ ചെറുക്കൻ ബുധനാഴ്ച ആകാൻ നേരത്ത് ഞങ്ങളുടെയൊക്കെ ഏതെങ്കിലും ഒരു വീട്ടിലോട്ട് വരും. എന്നിട്ട് ഇവൻ ഏതെങ്കിലും വീട്ടിലെ തിണ്ണയിലോട്ട് കയറി അങ്ങോട്ട് ഇരിക്കും. അന്നേരം ഈ കരയിലുള്ള പെണ്ണുങ്ങൾ മുഴുവൻ തേനീച്ച കൂടുന്ന ഇവനെ നേരെ വന്ന് അങ്ങ് പൊതിയും. കുറച്ച് കഴിയാൻ നേരം തൂറ്റിക്കൊണ്ട് അങ്ങ് പോകും. ഞങ്ങളെ കൂട്ടുള്ളവന്മാര് പണിയുന്ന പൈസ കൊണ്ടുപോകുന്ന ആരെയും എന്റെ ദൈവമേ ആണ്ട്രീ പള്ളിപ്പറമ്പിൽ അച്ഛൻ വിളിക്കുന്ന കുഴി എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യും. അച്ഛൻ അവിടെ അരമന ഇരിക്കല്ലോ. നിങ്ങൾ പറ കുഴി വെട്ടിക്കൊണ്ടിരിക്കാന്ന് കള്ളം പറഞ്ഞോണ്ട് കുഴപ്പമൊന്നുമില്ല. പറ. ഞാനിവിടെ കുഴി വെട്ടിക്കൊണ്ടിരിക്കുക. ഒറ്റ അടിയാണ് കൂടെ വന്നോണ്ടല്ലോ. അല്ലച്ചാ ഒരു 1.5 അടി കൂടെ താന്നാ മതിയെന്ന്. ആ ശരിയെന്നാ.
സാറേ മറ്റേ 50,000 രൂപ മറ്റേ ഒപ്പിട്ടിട്ട് ആര് പറഞ്ഞു ഇവിടെ ഒപ്പിടാൻ പറഞ്ഞു? അല്ല മറ്റേ ശ്രീത്ത് സാർ പറഞ്ഞായിരുന്നേ. പലതും പറയാം, ഇവിടെ ഒപ്പും കോപ്പൊന്നും ഇല്ല. ബാങ്ക് ഇപ്പം തരാൻ പറ്റില്ല, കാരണം ലോണും കോപ്പൊന്നും ഇല്ല ഇവിടെ. അല്ല മറ്റേ വേറെ എന്തൊക്കെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു, അതുകൊണ്ടാ. വേറെ മറ്റേ ഇൻഷുറൻസിന്റെ കേസ് ഒന്ന് പറഞ്ഞു കൊടുത്തു. അത് ചേച്ചി പലിശ കുറവാണല്ലോ അല്ലേ കൊച്ചേ? പണിയെടുത്ത് നടു ഓടിഞ്ഞു, അതുകൊണ്ട് പലിശ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് അല്ല സംസാരിക്കാം. ഇതൊരു ഇൻഷുറൻസ് ആണ് ചേച്ചി. ഇത് 1 രൂപയ്ക്ക് 1 ജീവൻ എന്നുള്ള ഒരു പദ്ധതിയാണ്. ചേച്ചി 1 രൂപ അടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സാറ് വണ്ടി ഇടിച്ചോ മറ്റോ മരിച്ചാല് ചേച്ചിക്ക് 1 ലക്ഷം രൂപ കിട്ടും. ഇനി അഥവാ ചേച്ചി 3 രൂപയാണ് അടക്കുന്നതെന്നുണ്ടെങ്കിൽ സാറ് മരിച്ചു കഴിഞ്ഞാൽ അപകടമരണമായിരിക്കണം, ചേച്ചിക്ക് 3 ലക്ഷം രൂപ കിട്ടും. ചേച്ചി 5 രൂപയാണ് അടക്കുന്നുണ്ടെങ്കിൽ ഈ സാർ എന്തെങ്കിലും പറ്റി മരിച്ചു കഴിഞ്ഞാൽ ചേച്ചിക്ക് 5 ലക്ഷം രൂപ കിട്ടും. ഞാൻ അത്തരത്തിലുള്ള നോട്ടം അല്ല നോക്കിയത്. എന്റെ അച്ചായന്റെ കാലിലൊരു മുള്ളു പോലും പറ്റല്ലേ എന്ന് ഞാൻ ഈശോയോട് കൈയെടുത്ത് കൂപ്പിയതാണ്. എന്റെ തെറ്റി അങ്ങനെയാണോ എന്റെ ചായ കരുതിയേക്കുന്നേ? ഈ ഉള്ളവന്റെ പുറത്തൊരു മണ്ണ് പോലും വീടല്ലേ അതെ. എന്റെ കർത്താവേ, എന്റെ പ്രാർത്ഥന വേണ്ട സാറേ, എനിക്ക് ഈ ഇൻഷുറൻസ് വേണ്ടായേ. എനിക്ക് വേണ്ട, വേറെ ഏതെങ്കിലും ഉണ്ട് തന്നാ മതി. എനിക്ക് വേണ്ട. അയ്യോ എന്റെ ചായ വേറെ എന്തെങ്കിലും ഉണ്ടേ പറ സാറേ. വേറെ നിങ്ങൾക്ക് തരാൻ പറ്റിയൊന്നുമില്ല. വിധവകൾക്ക് വേണ്ടി ഒരു 10 ലക്ഷം രൂപ വരെ ലോണുണ്ട്. അയ്യോ അതെനിക്ക് താ സാറേ. നിങ്ങൾ ഹസ്ബൻഡ് ഇരിക്കുകയല്ലേ? അതിപ്പോ വെട്ട് മൂടി ഞാൻ കുടിവെട്ടുന്ന കാര്യം പള്ളിയിൽ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. എന്റെ അച്ഛൻ വീണ്ടും വിളിക്കുന്നു. എന്റെ ദൈവം തമ്പുരാൻ അച്ഛൻ വിളിക്കുന്നു. ഞാൻ ഒരു കുടിയുടെ കാര്യം ഞാൻ എന്നാ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ സംസാരിച്ചോ, ബാക്കി കാര്യം ഞാൻ ഡീൽ ചെയ്തോളാം. ശരി എന്നാ വിളിച്ചോ. എന്റെ അച്ഛൻ ഞാനിവിടെ മണ്ണ് വാങ്ങി തിന്നുമല്ല, ഈ മണ്ണ് കൊട്ടക്കകത്ത് ചുമന്ന് മാറ്റിയാൽ മാത്രമേ കുഴി തീരുവുള്ളൂ. 12 ആകുമ്പോഴല്ലേ? ആ ശരി എന്നാ വെച്ചോന്നാ. ഓക്കെ എത്ര വയസ്സ് കാണും? 10-15 വയസ്സ് എന്തായാലും കാണും. പാൻറ് സെറ്റുകാരൻ ഇങ്ങനെ വന്ന കാര്യം ചോദിക്കട്ടെ. ഇവിടെ 10-15 വയസ്സില്ലേ? നിങ്ങൾക്ക് നാണമില്ലേ ഈ കിടന്ന് ഈ കോനാമ്പീച്ച കാണിക്കാൻ വേണ്ടി അങ്ങോട്ടെങ്ങാനും പോയിരിക്കില്ലല്ലോ? ഇന്നത്തെ കാലത്ത് ഒരാളെ സഹായിക്കാൻ പാലെന്ന് പറഞ്ഞതാ. ലോണിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കി അവൻ വേനൽ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുവാന്ന് തോന്നുന്നു. സാറേ പറഞ്ഞ 50,000 രൂപയുടെ കാര്യം. ഇത് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? ഈ ലോൺ എന്ന് പറഞ്ഞ എണ്ണിച്ചുട്ട് അപ്പോഴാണ് അങ്ങോട്ട് എടുത്തു തരാൻ? അല്ല സാറേ, ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ പോയിട്ട് അടുത്ത ആഴ്ച കാണാമോ? ലോണൊന്നുമില്ല. അല്ല സാറേ ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? അടുത്ത ആഴ്ച ചുമ്മായിരുന്നു. ശരി, അവൻ ഇതിനൊന്നും അല്ല നേരം. അവൻ ഏത് നേരം ലേഡീസ് ഹോസ്റ്റലിനകത്തോട് തലയിട്ടുകൊണ്ടിരിക്കാൻ അവന്റെ നേരേ ഉള്ളൂ. ഇതൊന്നും കിട്ടുന്ന കാര്യമല്ല. നമുക്ക് പോയി എനിക്ക് എന്റെ കുഴിയൊന്ന് തീർത്തിട്ട് തോമാത്തിന് കുഴിച്ചിടണം. നീ പോവാ നമുക്ക്. നിക്ക് അവൻ ലോൺ തരുന്ന കാണണം. നിങ്ങൾക്ക് ലോൺ തരുന്ന കാണണോ? പെണ്ണിന്റെ ബുദ്ധി നോക്കണം സാറേ. ഇത് രാവിലെ മോഹൻലാലിന്റെ ഇടയ്ക്കിരിക്കുന്ന ഈ സാർ എന്റെ മുഖത്ത് നോക്കി ലോൺ തരത്തില്ല എന്ന് പറഞ്ഞപ്പോ ചങ്ക് പൊട്ടിപ്പോയി സാറേ. ഇതാണ് മോഹൻലാൽ കാപ്പി ഇത്ര നോക്ക്, ലൂസിഫറിന്റെ കണക്ക് താടി വെച്ച് മോഹൻലാലിന്റെ ഫിഗർ ആയിട്ടിരിക്കുന്ന ഈ സാർ എന്റെ അടുത്ത് പറയുന്നത് കേട്ടോ. ശരിയാ ചെറിയ ഷേപ്പൊക്കെ ഉണ്ട്. എനിക്ക് ആ ചെറിയ കണ്ണൊക്കെ അതുപോലെ തന്നെ മീശയൊക്കെ കറക്റ്റ് അതുപോലെ തന്നെ ഇരിക്കുന്നു. അതെ, കൊറേ വർഷം അതിൽ തുടങ്ങിയിട്ട് കേട്ടാ. കൊറേ വർഷം മോഹൻലാൽ എന്ന് പറയുമ്പോ നിങ്ങൾ വിചാരിക്കും ഞാൻ എടുത്ത് ഒപ്പിടും അങ്ങ് തരുമെന്നൊക്കെ. 25 വർഷമായി ഞാൻ വർക്ക് ചെയ്യുന്നത് കേട്ടാ. എറണാകുളത്തായിരുന്നപ്പോ മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതുവരെ ഞാൻ കൊടുത്തിട്ടില്ലല്ലോ. എന്താ പറയുക, കുഞ്ചാക്കോ പോകാനെന്ന്. ഇതൊക്കെ നസീറിന്റെ കാലത്തുള്ള ഐഡിയ ആണ്. മോഹൻലാൽ എന്ന് പറയുമ്പോ ലോൺ ഇപ്പൊ അങ്ങ് കൊണ്ടുപോവാ. ഭയങ്കര ഫ്രഷ് ഐഡിയ ആയി പോട്ടോ മോഹൻലാല്. ഞാൻ മോഹൻലാൽ എന്ന് ഞാൻ അല്ല സാറേ, എവിടെ ചിരിച്ചേ? എവിടെയൊക്കെ ഒരു ലാലേട്ടന്റെ ഒരു കട്ടുണ്ട്. പറഞ്ഞ അത്ര വിട്ട് കളയണ്ട. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് പുള്ളിക്ക് എന്നെ കാലം വണ്ണം നോക്കില്ലേ? അതൊന്നും സാരില്ല. ആ തോള് ചരിച്ചിട്ടുള്ള നടത്തും പഴയ സൈസൊക്കെ ഇത് തന്നെയല്ലേ? ആ പണ്ടത്തെ മഞ്ഞൾ വിരിഞ്ഞ പൂക്കളുടെ ലാലേട്ടനൊക്കെ അങ്ങനെയല്ലേ? മുടിയൊക്കെ ഒന്ന് ചരിച്ച് വാരി ചരിച്ചിട്ട് തോളൊക്കെ ചരിച്ചിട്ട് കൈയൊക്കെ ഇങ്ങനെ അടിച്ചൊന്ന് നടന്നു അവര് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചേ കറക്റ്റാണ്. നോക്കിയാ കറക്റ്റാണ്. സ്റ്റിൽ ഐ ലവ് യു. അവരെ വിളി അമ്മാ. വിളിച്ചായിരുന്നോ? വിളിച്ചായിരുന്നു. അപ്പൊ ലാലേട്ടൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്?
എന്റെ ലാലേട്ടന പൈസ തരുവാണെങ്കിൽ ഞങ്ങൾക്ക് അങ്ങ് പോകാമായിരുന്നു. ആണല്ലേ? കാരണം എത്രയാ നിങ്ങൾ ഉദ്ദേശിച്ചത്? 50,000 അല്ലേ? 1 ലക്ഷം തരുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? മോഹൻലാലിന്റെ കണക്കല്ല, മോഹൻലാലിന്റെ മനസ്സ് വാ ദൈവമേ. ആണല്ലേ? അപ്പോ അയ്യോ ലാലേട്ടൻ ഇവിടെ ചുമന്നിരിക്കുന്നു. അത് മുറുക്കാൻ ചോദിച്ച മംഗലശ്ശേരി നീലാണ്. പൈസ ഒറ്റ അടിയാൻ പറ്റും കേട്ടോ. തലയിരിക്കുമ്പോ മാലാടുപോ മോളെ. എന്റെ അച്ഛനെ കൊച്ചായിക്കൊണ്ട് എനിക്ക് വേണ്ട. കോടികൾ കൊണ്ടുവന്ന് തലവടി ഇട്ടാലും ഞാൻ വാങ്ങിക്കത്തില്ല. അങ്ങനെ എന്റെ അച്ഛനെ കൈ നീട്ട് വാങ്ങിച്ചാ മതിയേ. ബാങ്കിൽ വിട്ടോ ഉടനെ. അല്ല ഞാനിപ്പോ വെള്ളം അടിക്കാനായിട്ട് ഇപ്പൊ ഞാൻ എടുത്ത് വെച്ചേക്കാം. നമുക്ക് പോകാൻ വേണ്ടി പോകാം. ആയ കാലത്ത് കുത്തി നടക്കാം. അത് പിടിച്ചോ. ഞങ്ങൾ വളരെ സന്തോഷമുണ്ട് കേട്ടോ. പക്ഷേ കുഴി തീർത്തില്ല, അതുകൊണ്ട്. അതെ, പലിശ കറക്റ്റായിട്ട് അടിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങെത്തും പൂവള്ളിയിലെ. നിന്റെ അപ്പൂപ്പനെ കാലവാരി തൂക്കിയെടുത്ത് ചന്ദനം മുട്ടി വെച്ച് കത്തിക്കും. ആശ തീർക്കും ഞാൻ. എന്നാ പറ്റിയ എന്നാ കേസ്? എന്ത് ചൂടാൻ? ചൂടോ? നല്ല AC ഇട്ടിട്ട് ചൂടാന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ലല്ലോ. കൊച്ചെ നീ വന്നേ. എന്നാ കുഞ്ഞിന്റെ പ്രശ്നം എന്നാ? ഗുളിക കഴിച്ചാൽ അങ്ങനെ മാറുമോ? ലാലേട്ടൻ ലാലേട്ടൻ അതെനിക്ക് മനസ്സിലായി. അതാരത്? എനിക്ക് എന്നാ കുഞ്ഞ ഞാൻ അവിടെ ഇങ്ങനെ ആക്കിയോ ലാലേട്ടൻ? ഇപ്പൊ ഒപ്പിടുന്നതിന് മുമ്പേ എന്താ കഷ്ടമാണ്. ആ കുഴിയെടുത്ത് ഞാൻ അങ്ങ് ചാടി അങ്ങ് ചത്താ മതിയായിരുന്നു. ലാലേട്ടൻ ഇരിക്കുന്നു. കൊരങ്ങനെ ഷേവ് ചെയ്ത മുഖമായിട്ട് വന്നെങ്കിൽ ലാലേട്ടൻ. നീ പറഞ്ഞല്ല. ഞാൻ എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞാൽ അങ്ങോട്ട് വിശ്വസിക്കോ? സെക്യൂരിറ്റിയാണോ? അതെ അതെ. മോഹൻലാലിനെ കണ്ടോ? വെടിവെച്ച് വന്നല്ലേ? കളിയാക്കല്ലേ. ഒരു മനുഷ്യൻ അടക്കാക്കനെ. നമുക്ക് മക്കളില്ലേ? എങ്ങ് പാമനെ അടങ്ങിയിരിക്കും. ചുമ്മാ അടങ്ങിയിട്ട് ഒരു മനുഷ്യനെ കണ്ണാടിയിലൊന്നും നോക്കാറില്ലേ? നോക്ക് സാറ്, കണ്ണാടിയിലൊന്നും നോക്കാറില്ലേ? ആരില്ല എന്തേലും മണ്ടത്തരം പറഞ്ഞത് അങ്ങടെ അപ്പൊ തന്നെ വിശ്വസിച്ചോളൂ. സാറ് ഇതാണ് പറയണ, പാലം കടക്കോളം നാരായണ, പാലം കടന്ന കൂരായണ. അയ്യോ വേണ്ട, അച്ഛൻ വിളിക്കുന്നു. നമുക്ക് കുഴിവെട്ടി തീർക്കാന്ന്. അപ്പോ ഇന്നത്തെ ഒരു എപ്പിസോഡും അടിപൊളിയായി അങ്ങനെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോ നമുക്കൊരു അടിപൊളി ഗുഡ് നൈറ്റും ബൈ ബൈയും പറഞ്ഞ് അടുത്ത എപ്പിസോഡിൽ തിരിച്ചു വന്നാലോ? പിന്നെന്താ? ഓക്കെ, ലെറ്റ്സ് സേ ഗുഡ് നൈറ്റ് ആൻഡ് ബൈ ബൈ. ബൈ. Costume courtesy for Nadir Shah and Kottayam Nazir. London Classic Casual Shirts. Jewelry courtesy for Parvati Nampiar. Planet Jewels. Costume courtesy for Parvati Nampiar. Alankara Boutique.